ഏറ്റവും പുതുതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. 46 മണിക്കൂറിന് ശേഷം ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ശ്രീചിത്ര പൂവർ ഹോമിന്റെ പിൻഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. പഴവങ്ങാടി തകരപ്പറമ്പിലെ കനാലിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് അവിടെ എത്തി. ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജോയിയുടെ മൃതദേഹം തന്നെയാണെന്ന്. 46 മണിക്കൂർ നേരമുള്ള തിരച്ചിലിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. NDRFും ഫയർഫോഴ്സും അതുപോലെ തന്നെ നേവിയും അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചത്. 46 മണിക്കൂറിന് ശേഷം മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. വിജിൻ വായന്തോട് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജിൻ, 46 മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? ആര്യ, തൊട്ടടുത്ത് തോടിൽ വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് തകരപ്പറമ്പിലെ ചിത്ര പോർഹോമിന് സമീപത്ത് വെച്ചാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ പെയ്യുകയായിരുന്നു. ഈ മഴയത്ത് ഒഴുകിയെത്താനുള്ള സാധ്യത രാവിലെ മുതൽ ഈ ദൗത്യ സംഘമൊക്കെ അത്തരത്തിലുള്ളൊരു സാധ്യതയിലേക്ക് കൂടി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിരീക്ഷണം കൂടി ആരംഭിച്ചിരുന്നു. അതിലാണ് ഇപ്പോൾ നിലവിൽ തകരപ്പറമ്പിലെ ചിത്ര പോർഹോമിന് അടുത്ത് വെച്ചുള്ള ഒരു തോട്ടിൽ വെച്ച് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നൽകാൻ കഴിയും. 46 മണിക്കൂറിലെ ശക്തമായ ദുഷ്കരമായ ഈ രക്ഷാദൗത്യത്തിന് ഒടുവിൽ ഇപ്പോൾ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ 2 ദിവസമായി ഈ ടണലിലോ അല്ലെങ്കിൽ ആ ടണലുമായി ബന്ധപ്പെട്ട ഭാഗത്തോ ഒക്കെ ഈ മൃതദേഹം ഉണ്ടായിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ പെയ്ത ശക്തമായ മഴയിൽ ഒഴുക്ക് വർദ്ധിച്ചത് കാരണം അത് ആ ഒഴുക്കിലായിരിക്കണം മൃതദേഹം ആ ഭാഗത്തേക്ക് ഒഴുകി എത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു അനുമാനത്തിലേക്കും നിഗമനത്തിലേക്കുമാണ് നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും 46 മണിക്കൂറിന് ശേഷം ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായ. തീർച്ചയായും 46 മണിക്കൂർ അത് തന്നെയാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള അപകടകരമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, നിരവധി പ്രതിസന്ധികളെ താണ്ടിയുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങളായി നടന്നിട്ടുള്ളത്. അതിന് വിജയം കണ്ടിരിക്കുകയാണ്. മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. തകരപ്പറമ്പ കനാലിന്റെ ഭാഗത്ത് നിന്നാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിരിക്കുകയാണ് മൃതദേഹം ജോയിയുടേത് തന്നെയാണെന്ന്. വിജിൻ, പോലീസ് എല്ലാം സംഭവ സ്ഥലത്ത് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയുള്ള തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും? ആര്യ, എന്തായാലും പോലീസിന്റെയും അതുപോലെ തന്നെ ദൗത്യ സംഘത്തിന്റെയും തുടർച്ചയായ പരിശോധനകൾക്ക് ഇടയിലാണ് ഇന്നലെ മുതൽ ശക്തമായ മഴ ഉള്ളത് കാരണം ഇങ്ങനെ ഒരു സമീപ പ്രദേശങ്ങളിൽ കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. അതിന്റെ ഭാഗമായി നിലവിൽ ഒരു അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ രാവിലെ നേവിയുടെയും അതുപോലെ തന്നെ സ്കൂബ ടീമിന്റെയും NDRFന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ ആമേഴഞ്ചാൻ തോടിന്റെ ആദ്യ ഭാഗത്ത് പരിശോധന ആരംഭിച്ചത് മിനിറ്റുകൾക്ക് അകമാണ് നിലവിലിപ്പോൾ തകരപ്പറമ്പിലെ ശ്രീചിത്ര പോർഹോമിന്റെ തൊട്ടടുത്തായി മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ജോയിയുടേത് തന്നെയാണെന്ന് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒഴുക്ക് വർദ്ധിച്ചത് കാരണം മൃതദേഹം ഏതെങ്കിലും ഭാഗത്തേക്ക് ഒഴുകി പോകും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നിലവിൽ ദൗത്യസംഘം എത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ജോയിയുടെ മൃതദേഹം 3ാമത്തെ ദിവസം, അതായത് 46 മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആര്യ, തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും പരിശ്രമം, 3 ദിവസത്തെ പരിശ്രമത്തിനൊടുവിൽ അത് വിജയം കണ്ടിരിക്കുകയാണ്. ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. സോണാർ സംവിധാനം അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരുന്നു പരിശോധന. 46 മണിക്കൂറിന് ശേഷം മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. മൃതദേഹം ജോയിയുടേത് തന്നെയെന്ന ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പോലീസും അതുപോലെ തന്നെ അധികൃതരും സംഭവ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വിജിൻ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ആ സംഘടനകളുടെ നേവി, NDR അതുപോലെ തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ള അവരുടെ ആ ഒരു പരിശ്രമത്തിന് തന്നെയാണ്. 3 ദിവസം ഏറ്റവും ദുഷ്കരമായ രീതിയിലായിരുന്നു ഈ ഒരു തോടുണ്ടായിരുന്നത്. മാലിന്യമടക്കം കഴിഞ്ഞ ദിവസം അവരെല്ലാം പറഞ്ഞിരുന്നു, മാലിന്യമടക്കം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ 3ാം ദിവസത്തേക്കും അവർ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിപ്പിച്ചത്. അവരുടെ ഈ പരിശ്രമം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.
ആര്യ, തീർച്ചയായും എന്തായാലും ആ പരിശ്രമത്തിന് ഒക്കെ ഒടുവിൽ ഇപ്പോൾ 3 ദിവസമായി തുടർച്ചയായി നടത്തിയ പരിശ്രമത്തിന് ഒടുവിൽ നിലവിൽ തൊട്ടടുത്ത ആമയിഴഞ്ചാൻ തോടിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ശ്രീചിത്ര പവർ ഹോമിന്റെ അടുത്ത്, അതായത് തകരപ്പറമ്പ് അടുത്തുള്ള ഭാഗത്താണ് നിലവിൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതായിരുന്നു രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നത്. അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയും ആ പരിസരങ്ങളിലേക്കൊന്നും കൃത്യമായി എത്തിച്ചേരാനോ അത് കൃത്യമായി നിരീക്ഷിക്കാനോ ഉള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല, അതിന് കഴിഞ്ഞിരുന്നില്ല. അതിന് ഒടുവിൽ ഇപ്പോൾ ശക്തമായ മഴ ആരംഭിച്ച ശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വിജിൻ, അതായത് ശക്തമായ മഴ പെയ്തത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായി എന്ന് മനസ്സിലാക്കുന്നു. മഴ പെയ്തതോടെ തോടിലെ ഒഴുക്ക് വർദ്ധിച്ചതോടെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് അത് കൂടുതൽ സഹായകരമാകുന്നു, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? എന്തായാലും ആമയിഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. 46 മണിക്കൂറിന് ശേഷമാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. തകരപ്പറമ്പ് കനാലിന്റെ ഭാഗത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. 3 ദിവസത്തെ കഠിന പരിശ്രമം NDRFന്റെയും ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ നേവിയുടെയും നേതൃത്വത്തിലുള്ള കഠിനമായ പരിശ്രമം ഒടുവിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. സോണാർ സംവിധാനം അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസം റോബോട്ടിക് സംവിധാനവും അതുപോലെ തന്നെയുള്ള സാങ്കേതിക വിദ്യകളും ഈ ഒരു പരിശോധനയ്ക്കായി തെരഞ്ഞെടുത്തിരുന്നു. ഒടുവിൽ അത് മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. 46 മണിക്കൂറിന് ശേഷമാണ് ഈ മൃതദേഹം തകരപ്പറമ്പ് കനാലിന്റെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിനകം കണ്ടെത്തിയത്. പോലീസും മാനസ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മാനസ, അത് തന്നെയാണ് മഴ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മഴ പെയ്ത ശക്തമായ മഴയിൽ ഈ കനാലിലെ ഒഴുക്ക് വർദ്ധിച്ചതോടെയാണ് ഈ മൃതദേഹത്തിലേക്ക് ഈ രക്ഷാപ്രവർത്തന സംഘത്തിന് എത്താൻ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നേരത്തെ ശ്രമത്തിന് ഫലം ഉണ്ടായി എന്ന് തന്നെയാണ് പറയേണ്ടത്. മാത്രമല്ല, കഴിഞ്ഞ രാത്രി മുതൽ നല്ല രീതിയിൽ മഴ നഗരത്തിൽ പെയ്യുന്നുണ്ടായിരുന്നു. ഇതും ഏറെ സഹായം നൽകി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ ഒരു ടണലിൽ നിന്നും വെള്ളം ഒഴുകുന്ന, അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലമാണ് ഈ തകരപ്പറമ്പ്. അവിടെ നിന്നുമാണ് ഈ ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഏതായാലും ഈ ഒരു രക്ഷാ ദൗത്യത്തിന് പൂർണ്ണ വിജയം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. മാത്രമല്ല, മികച്ച സാങ്കേതിക സംവിധാനങ്ങളൊക്കെയും ഉൾപ്പെടുത്തിയുള്ള ഈ തിരച്ചിൽ പരിശോധനയായിരുന്നു ഇന്ന് ആരംഭിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് പരിശോധന നടത്തുന്ന ആ ഒരു സമയത്തിന് മുൻപ് തന്നെ എല്ലായിടങ്ങളിലും ഈ തോടിന്റെ ഒഴുക്ക് ഏതൊക്കെ ഭാഗങ്ങളിലാണോ ആ ഭാഗങ്ങളിലൊക്കെയും പരിശോധന സജ്ജമാക്കിയിരുന്നു, അല്ലെങ്കിൽ ശക്തമാക്കിയിരുന്നു. ഈ ഒരു സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള മികച്ച സംവിധാനം ഉപയോഗിച്ചുള്ള ഈ ഒരു പരിശോധനയ്ക്ക് ഒരു ഫലം കണ്ടു എന്ന് തന്നെ വേണം പറയാം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് കനത്തമായ മഴയും തുടരുന്നു. ഈ സാഹചര്യത്തിൽ ഒഴുക്ക് കൂടുതൽ ഉണ്ടായി. ആ ഒരു ഒഴുക്കിനെ തുടർന്നാണ് ഇപ്പോൾ മൃതദേഹം തകരപ്പറമ്പ് ഭാഗത്തു നിന്നും ലഭ്യമായത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും ഇതിലൂടെ ഈ ഒരു ഉദ്യോഗസ്ഥരുടെ ഈ ഒരു ദൗത്യ സംഘത്തിന്റെ ഈ ഒരു മികച്ച, മാത്രമല്ല സർക്കാരിന്റെ അധികൃതരുടെ എല്ലാവരുടെയും കാര്യമായ ഇടപെടലിന് ഒരു നല്ല രീതിയിലുള്ള ഫലം കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആമയിഴഞ്ചാൻ തോട് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. അതിൽ നിന്നും ഒരു ഈ ഒരു ജോയിയെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരുന്നു. അതിന് ആണ് ഇന്ന് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. ഏതായാലും ജോയിയെ കണ്ടെത്താനായി എന്ന വിവരമാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ശരി മാനസ, ഞാൻ വിജിനിലേക്ക് കൂടി ഒന്ന് വളരെ പെട്ടെന്ന് പോവുകയാണ്. വിജിൻ, ഈ മൃതദേഹം പുറത്തേക്ക് എത്തിച്ചോ? ഇനിയുള്ള അവിടുത്തെ നടപടിക്രമങ്ങൾ അത് ഏത് രീതിയിലായിരിക്കും? ആര്യ, മൃതദേഹം എന്തായാലും പുറത്തെടുത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. നിലവിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി ഈ ജോയി തന്നെയാണ്, ഈ മൃതദേഹം ജോയിയുടെ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും വളരെ സമയമെടുത്ത് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം ശക്തമായി പെയ്ത മഴ അത് മൃതദേഹം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം
വിലയിരുത്തൽ ഇന്നലെ മുതൽ തന്നെ ഈ രക്ഷാദൗത്യം ഏറ്റെടുത്ത ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി അന്വേഷണം നടത്തണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ദൗത്യസംഘം എത്തിയത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്രയും സമയത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ജോയിയുടെ മൃതദേഹം തൊട്ടടുത്ത ആമിഴാൻ ചാലിന്റെ തോടിന്റെ തൊട്ടടുത്ത പ്രദേശം കൂടിയായ തകരപ്പറമ്പിലെ ശ്രീചിത്ര പൂർവ്വമിന് പുറകിലുള്ള തോടിന്റെ ഭാഗത്ത് തന്നെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ ആയിരിക്കും ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിയിട്ടുണ്ടാകുക എന്ന ഒരു നിഗമനമാണ് നിലവിൽ ഉള്ളത്. കാരണം ഇന്നലെ രാത്രി മുതൽ പെയ്ത ശക്തമായ മഴയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിച്ചത്. ആ വെള്ളം തീരെ ഇല്ലാത്തതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയായി തുടർന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ മൃതദേഹം ഈ തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചത് ഒരുപക്ഷെ ഈ ടണലിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്ന ജോയിയുടെ മൃതദേഹം ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയോടെ കൂടിയോ അത് ഒഴുകി ഈ തൊട്ടടുത്ത പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം നിലവിൽ ഇവിടെ എത്തി ഇത് ജോയിയുടെ മൃതദേഹം തന്നെയാണ് ഉറപ്പിച്ച ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എല്ലാം ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സജ്ജീകരിച്ചിരുന്നു. ഏത് നിമിഷവും ജോയിയെ ജീവനോടെയോ അല്ലാതെയോ ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനും മറ്റു നടപടികൾ സ്വീകരിക്കാനും ഒക്കെയായി എല്ലാ സംവിധാനങ്ങളും ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഒരുക്കിയിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ അവർക്ക് അത്തരത്തിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ കൂടി അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം ലഭിച്ചതിന്റെ ഭാഗമായി നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ ആമിയാൻ തോടിന്റെ പരിസര പ്രദേശത്ത് നിന്ന് തന്നെ ഈ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന ഒരു അനുമാനം എന്ന് പറയുന്നത് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് ഈ മൃതദേഹം ഇന്നലെ രാത്രിയിൽ പെയ്ത മഴയിൽ ഒരുപക്ഷെ രാത്രിയിലോ പുലർച്ചെയോ ആയി ഈ തൊട്ടടുത്ത പ്രദേശമാണ്. ഒരു മീറ്ററോളം ദൂരം മാത്രം, 1 കിലോമീറ്ററോളം ദൂരം മാത്രമാണ് ഈ പ്രദേശത്തേക്കുള്ളത്. അതുകൊണ്ട് തന്നെ പുലർച്ചെ ആയിരിക്കാം അല്ലെങ്കിൽ രാത്രിയോടെ ആയിരിക്കാം മൃതദേഹം ഒഴുകി എത്തിയത് എന്നുള്ള അനുമാനത്തിലാണ് ഉള്ളത്. എന്തായാലും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 9 മണിയോട് കൂടിയൊക്കെയാണ് രക്ഷാപ്രവർത്തനത്തിന് തയ്യാറെടുത്തത്. നേവിയും അതുപോലെ തന്നെ NDRF സംഘവും മറ്റ് ദൗത്യ സംഘങ്ങളും ഒക്കെ സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവരുടെ പരിശോധന ആരംഭിച്ച് മിനിറ്റുകൾക്ക് അകമാണ് ഇപ്പോൾ മൃതദേഹം ഈ തൊട്ടടുത്ത പ്രദേശമായ തകരപ്പറമ്പിലെ ശ്രീചിത്ര പോർഫോമിന്റെ തൊട്ട് പിറകിലായി കിടക്കുന്ന തോട്ടിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് മഴ ശക്തമായതോടെ വെള്ളം അടിച്ച് കയറിയതാണ് മൃതദേഹം ഒഴുകിയെത്താൻ കാരണമെന്നാണ് ഒരു അനുമാനം അത്തരത്തിലാണുള്ളത്. കാരണം കഴിഞ്ഞ 2 ദിവസമായി മൃതദേഹം ഈ ടണലിനകത്ത് തന്നെ എവിടെയെങ്കിലും കെട്ടിക്കിടന്നിട്ടുണ്ടാവണം. അത് മഴ ോടെ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചതോടെ ഒഴുകി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് മൃതദേഹം ജോയിയുടെ തന്നെയെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അല്പം മുമ്പാണ് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിലേക്ക് എത്തും. എന്തായാലും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അല്പസമയത്തിനകം നൽകാനും കഴിയും. എന്തായാലും 2 ദിവസമായി നടത്തിക്കൊണ്ടിരുന്ന ശക്തമായ ഒരു രക്ഷാപ്രവർത്തനം അത് വിഫലമായിരിക്കുന്നു. ജോയിയെ ജീവനോടെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. ഈ റെയിൽവേ ടണലിനകത്ത് അടിഞ്ഞുകൂടിയ മാലിന്യമാണ് ഇതിന് പ്രധാന കാരണമായിരുന്നത്. ആ മാലിന്യം കൂമ്പാരമായി കൂടിയത് കൊണ്ട് തന്നെ അതിലേക്ക് സ്കൂബ ടീം അംഗങ്ങൾക്കൊന്നും എത്താൻ കഴിഞ്ഞിരുന്നില്ല. ചെറിയ രീതിയിലുള്ള പരിശോധനകൾ പൂർണ്ണമായും അകത്തേക്കൊക്കെ കയറി നടത്തിയെങ്കിലും പക്ഷേ അതിന്റെ സൈഡ് പ്രദേശങ്ങളിലോ അരുകു ഭാഗങ്ങളിലോ ഒന്നും ഈ കയർന്നു ചെന്ന വെളിച്ചത്തിന്റെ കുറവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പ്രദേശങ്ങളിൽ ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും തടഞ്ഞു നിന്നിരുന്ന ജോയിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ശക്തമായ മഴയെ തുടർന്നുള്ള ഒഴുക്ക് വർദ്ധിച്ചതിന്റെ സാഹചര്യത്തിൽ ഒഴുകി എത്തിയിരിക്കുന്നത്. എന്തായാലും രാത്രി വൈകിയോ അല്ലെങ്കിൽ പുലർച്ചെയോടെയായിരിക്കും മൃതദേഹം ഒഴുകിയിട്ടുണ്ടാകുക എന്നുള്ളതാണ് പ്രധാനമായും അനുമാനിക്കാൻ കഴിയുന്നത്. എന്തായാലും 3ാമത്തെ ദിവസം ജോയിയെ കാണാതായതിന്റെ 3ാമത്തെ ദിവസം ഇന്ന് ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 3 ദിവസമായി തുടർന്ന് രക്ഷാപ്രവർത്തനത്തിന് ഒടുവിൽ ഇപ്പോൾ ജോയിയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി. തീർച്ചയായും കഴിഞ്ഞ ദിവസം അടക്കം ഈ സ്കൂബ ടീം അടക്കം പ്രതികരിച്ചിരുന്നു. ഈ മാലിന്യം വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഈ രക്ഷാപ്രവർത്തനത്തിന്. അതുതന്നെയാണ് ശക്തമായ മഴയിൽ അത്തരത്തിൽ ഒഴിവായത്. ഈ റെയിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ തകരപ്പറമ്പ് കനാൽ എന്ന് പറയുന്നത്. വിജിൻ പറഞ്ഞതുപോലെ തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. ശക്തമായ മഴയിൽ ഈ മൃതദേഹം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി എന്ന രീതിയിൽ തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു.
ആര്യ, എന്തായാലും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടഞ്ഞു കിടന്ന ഈ തോട് ഇപ്പോൾ നിലവിൽ ശക്തമായ മഴയെ തുടർന്ന് മാലിന്യങ്ങൾ ഉൾപ്പെടെ ആ കൂമ്പാരം ഉൾപ്പെടെ പുറത്തേക്ക് ഒഴുകിയെത്തിയതിന്റെ ഭാഗമായിട്ടാണ് മൃതദേഹം ആ വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് ഈ ഭാഗത്തേക്ക് എത്തി. അതായത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയുള്ള ഭാഗമാണ് ഈ തകരപ്പറമ്പ് ഭാഗമെന്ന് പറയുന്നത്. ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ വെള്ളം ഒഴുകിയെത്തിയതിന്റെ ഭാഗമായി അതിൽ മൃതദേഹവും ഒഴുകിയെത്തി എന്ന് തന്നെ അനുമാനിക്കാൻ കഴിയും. അതിന് ഒപ്പം തന്നെ ഇന്നലെ 2 മാൻഹോളുകൾ പൂർണ്ണമായും ഈ ഒന്ന് റോബോട്ടിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചും മറ്റൊന്ന് ഈ സ്കൂബ ടീമും ചേർന്ന് അത് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. അതിനുള്ളിൽ കിടന്ന പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാൻഹോളുകൾ വൃത്തിയാക്കിയപ്പോൾ അതിലേക്ക് വെള്ളം ഒഴുകിയെത്തുകയും ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ മാലിന്യം പെട്ടെന്ന് പുറത്തേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ശക്തമായ ഇന്നലെ മുതൽ പെയ്യുന്ന മഴയും അതിനൊരു ഗുണകരമായി എന്നുള്ളതാണ്. ആദ്യം മുതൽ ദൗത്യസംഘമൊക്കെ പറഞ്ഞിരുന്നത് മഴ കുറയുന്നത് കൊണ്ട് തന്നെ, മഴ പെയ്യാത്തത് കൊണ്ട് തന്നെ വെള്ളം കുറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മേൽത്തട്ടിൽ നിന്ന് വെള്ളം കുറയുന്നതോടുകൂടി താഴത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൗത്യസംഘത്തിന് പൂർണ്ണമായും അതിനിടയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ പല ഭാഗങ്ങളിലും 5ാമത്തെ പ്ലാറ്റ്ഫോം മുതൽ 1ാമത്തെ തുരങ്കം ആരംഭിക്കുന്ന ഭാഗം വരെ പൂർണ്ണമായും അകത്ത് കട പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും അവർക്ക് കാഴ്ചയൊക്കെ കൃത്യമായി ലഭിക്കുന്നുണ്ടായിരുന്നില്ല. വെളിച്ചത്തിന്റെ കുറവ് ടണലിനകത്തുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിന്റെ ഒക്കെ ടോർച്ചിന്റെ ഒക്കെ സഹായത്തോടെയാണ് അവർ പരിശോധന നടത്തിയിരുന്നത്. പരിശോധന നടത്തിയത് തന്നെ ഇഴഞ്ഞൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സൈഡ് ഭാഗങ്ങളിലൊക്കെ മൃതദേഹം അവിടെ തട്ടി തടഞ്ഞിരിക്കുകയായിരിക്കാനാണ് അങ്ങനെയൊരു അനുമാനത്തിലേക്കാണ് എത്തിയത്. എന്തായാലും അതിന് ശേഷം ആണ് ശക്തമായ മഴ ഇന്നലെ രാത്രിയോടുകൂടി പെയ്തത്. അതുകൊണ്ട് തന്നെ ആ മഴയിൽ ശക്തമായ ഒഴുക്കുണ്ടാവുകയും ആ മാലിന്യം ഉൾപ്പെടെ മൃതദേഹം ഉൾപ്പെടെ അതിന്റെ ഒപ്പം ഒഴുകിയെത്തുകയും ചെയ്തിട്ടുണ്ടാകാനാണ് സാധ്യത. കാരണം ഇന്ന് പുലർച്ചയോടെ ആയിരിക്കണം ഈ മൃതദേഹം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൽ കൂടുതൽ ദൂരം മൃതദേഹം ഒഴുകിയിട്ടില്ല എന്നുള്ളതും അത്തരത്തിൽ ഒരു അനുമാനത്തിലേക്ക് എത്താൻ ഒരു സാധ്യതയായി കാണുകയും ചെയ്യണം. എന്തായാലും ഈ മൃതദേഹം മറ്റേതെങ്കിലും പ്രദേശത്തേക്ക് ഒഴുകിയിട്ടുണ്ടാകുമോ എന്ന നിലയിലുള്ള പരിശോധന കൂടി വ്യാപിപ്പിക്കാൻ ഈ ദൗത്യസംഘം തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മൃതദേഹം ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഈ വഞ്ചിയൂർ ഭാഗത്താണ് എത്തിയിരിക്കുന്നത് ആംബുലൻസ്. ഒരുപക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ് അത് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആംബുലൻസുമായി വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരെ മെഡിക്കൽ കോളേജിൽ എത്തിക്കും. മെഡിക്കൽ കോളേജിൽ എത്തിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തും. ജോയിയുടേത് തന്നെ മൃതദേഹം ജോയിയുടേത് തന്നെ എന്ന് സ്ഥിരീകരിക്കാനുള്ള നടപടികൾ എടുക്കും. എന്തായാലും പ്രാഥമികമായി നിലവിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പരിശോധനയിൽ അത് ജോയിയുടെ മൃതദേഹം തന്നെയാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.